ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവൻ്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സ്വാഗതം അർപ്പിക്കുന്നു. ഇന്നത്തെ നമ്മളുടെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി സങ്കീർത്തനങ്ങൾ 104 1 വാക്യം താക്കോൽ വാക്യമായിട്ട് എടുക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവയെ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. അതായത് ദൈവം മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നവനാകയാൽ എൻ്റെ സ്വന്തം മനസ്സേ നീ യഹോവയെ വാഴ്ത്തുക, എപ്പോഴും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അതായത് സ്വന്തം മനസ്സിനോട് തന്നെ ഈ ഭക്തൻ പറയുകയാണ്. ഭക്തനെന്ന് പറഞ്ഞാൽ ഇത് ആരാണ് എഴുതിയതെന്ന്, 104 സങ്കീർത്തനം ആരാണ് എഴുതിയതെന്ന് അവിടെ പറയുന്നില്ല. ആരെങ്കിലും നിഗമനത്തിൽ ദാവീദാണെന്ന് പറയുന്നുണ്ട് എങ്കിൽ തന്നെയും ഭക്തൻ പറയുകയാണ്, തൻ്റെ മനസ്സിനോട് പറയുകയാണ്, നീ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിക്കുക, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയെ യാഹ്വേഹിനെ പുകഴ്ത്തുക, വാഴ്ത്തുക എന്ന് പറയുന്നത് ഇതേ വാക്കുകളിൽ തന്നെയാണ് 103 സങ്കീർത്തനത്തിലും 1, 2 വാക്യങ്ങളിൽ നമുക്ക് കാണുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അതായത് 104 സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്തും പറഞ്ഞ എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അതിൻ്റെ കാരണങ്ങളാണ് എന്തുകൊണ്ട് യഹോവയെ വാഴ്ത്താൻ പറഞ്ഞ യഹോവയുടെ മഹിമകളെക്കുറിച്ചാണ് 104 സങ്കീർത്തനം വർണ്ണിക്കുന്നത്. എൻ്റെ മനസ്സിനോട് ഞാൻ പറയുന്നു, യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിക്കുക, യഹോവയെ ആരാധിക്കുക. കാരണങ്ങൾ, എൻ്റെ ദൈവമായ യഹോവയെ അവിടുന്ന് ഏറ്റവും വലിയവനാണ്, മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നവനാണ്, മഹത്വവും തേജസ്സും അണിഞ്ഞിരിക്കുന്നതായ ദൈവത്തെ എൻ്റെ മനസ്സ് ആരാധിക്കട്ടെ, എപ്പോഴും ആരാധിക്കട്ടെ എന്നാണ് സങ്കീർത്തനകാരൻ പറയുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. അതായത് ഈ ക്രിയേറ്ററിനെ, അതായത് സർവഭൂമിയെയും ഉളവാക്കിയ, ഭൂമിയും ഭൂമിയിലുള്ളതിനെ എല്ലാത്തിനെയും ഉളവാക്കിയ ദൈവത്തെ സ്തുതിക്കുന്നതായ ഒരു സങ്കീർത്തനമാണ് ഇത്. ഇതൊരു പാട്ടാണ്, പദ്യമാണ്. ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള, ദൈവത്തെ ആരാധിക്കുന്നതായ, മനസ്സുകൊണ്ട് ദൈവത്തോട് പറയുന്നതായ ഒരു സങ്കീർത്തനമാണ് എന്ന് നമുക്ക് അവസാനം ഈ സങ്കീർത്തനകാരൻ തന്നെ പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ പ്രാർത്ഥനയെ അവിടുന്ന് ചെവിക്കൊള്ളണമേ. സങ്കീർത്തനകാരൻ ദൈവത്തോടുള്ള അപേക്ഷ ഇതാണ്, ദൈവത്തെ പുകഴ്ത്തുന്നത്. എൻ്റെ പ്രാർത്ഥന, ഇത് പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥന അവിടുന്ന് ചെവികൊള്ളണമേ എന്നാണ് പറയുന്നത് ഈ വാക്കിൽ നിന്നും. 104 സങ്കീർത്തനം 2 വാക്യത്തിൽ പറയുന്നു, ഗോഡ് കവർ ഗാർമെന്റ്സ് ഓഫ് ലൈറ്റ്. ദൈവം പ്രകാശത്തെ ധരിച്ചിരിക്കുന്നു. ദൈവം പ്രകാശം കൊണ്ട് ധരിച്ച ദൈവമാണ്. ദൈവം തന്നെ പ്രകാശമാണ്. ദൈവം എപ്പോഴും പ്രകാശത്തെ ധരിക്കുകയും, ദൈവം തന്നെ പ്രകാശമാണ്. ദൈവം തന്നെ പ്രകാശമാണ്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 9 അധ്യായം 2, 3 വാക്യത്തിൽ നമുക്ക് കാണാം, ജീസസും പീറ്റർ, ജെയിംസ്, ജോണ് എന്നുള്ളവർ മലയിലേക്ക് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ വസ്ത്രം നല്ല രീതിയിൽ, ഏറ്റവും കൂടിയ രീതിയിൽ തിളങ്ങുന്നതായിട്ട് അവിടെ പറയുന്നത് സന്ദർഭോചിതം പോലെ പറയുകയാണ്. ജീസസ് ക്രൈസ്റ്റ് ദൈവത്തെ പോലെ തിളങ്ങുന്നു എന്ന് നമുക്ക് മനസ്സിലാകും. ദൈവപുത്രനായ യേശുക്രിസ്തു ദൈവത്തെ പോലെ തിളങ്ങുകയാണ്. പ്രകാശം കൊണ്ട് തിളങ്ങുന്നതായ ഒരവസ്ഥയെ കാണുന്നു. ദൈവം പ്രകാശം ധരിക്കുന്നതായ ദൈവം വെളിപ്പാട് പുസ്തകത്തിലും പറയുന്നുണ്ട്. അങ്ങനെ പല ഭാഗത്തും ദൈവം പ്രകാശം കൊണ്ട് തിളങ്ങുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു.
104 സങ്കീർത്തനത്തിൻ്റെ 3 വാക്യത്തിൽ നമുക്ക് കാണുന്നു, ദൈവം മേഘങ്ങളിൽ മേൽ സഞ്ചരിക്കുന്നു. അതായത് മേഘങ്ങളിൽ ഉയരത്തിലും സഞ്ചരിക്കുന്നതായ വെള്ളം എവിടെയൊക്കെയുണ്ടോ അവിടെയെല്ലാം വെള്ളത്തിൽ കൂടി സഞ്ചരിക്കുന്നതാണ് ഒരു ഉപമ പോലെ. അങ്ങനെ പറയുകയാണ്, വെള്ളത്തിനെക്കാട്ടി കഴിവിൽ അങ്ങനെ പറയുകയാണ്, ദൈവം മേഘങ്ങളിൽ മേൽ സഞ്ചരിക്കുന്നു. അതായത് ദൈവം ഉയരങ്ങളിൽ സഞ്ചരിക്കുന്നു. ദൈവത്തിന് എല്ലാം കഴിവുള്ള ദൈവമാണ്. അതുകൊണ്ട് ദൈവം മേഘങ്ങളിലും സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആമോസിൻ്റെ പ്രവചന പുസ്തകത്തിൽ 9-ാം അധ്യായം 6-ാം വാക്യത്തിൽ സ്വർഗത്തിൽ വസിക്കുന്ന ദൈവം കടൽ വെള്ളത്തെ വിളിച്ച് ഭൂമിയിൽ മഴ പെയ്യിക്കുന്നു എന്ന് നമുക്ക് കാണുന്നുണ്ട്. അതായത് ആമോസിൻ്റെ പ്രവചനത്തിൽ കടലിൽ കിടക്കുന്നതായ വെള്ളത്തെ മുകളിലോട്ട് വിളിച്ച് ഭൂമിയിൽ മഴ പെയ്യിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. അതായത് ദൈവത്തിന് കടൽ വെള്ളത്തിലും എല്ലാത്തിലും തൻ്റേതായ വിളിയിലാണ് മഴ പെയ്യുന്നതുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. 104-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങളായിട്ട് മാറിയും വരുന്നുണ്ട്. അവിടുന്ന് ഭൂമിയെ ഒരിക്കലും ഇളകിപ്പോകാത്ത അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഭൂമി ദൈവം സൃഷ്ടിച്ചതായ ഭൂമി അത് ഒരിക്കലും സാധാരണഗതിയിൽ ഇളകിപ്പോകത്തില്ല. അടിസ്ഥാനത്തിന്മേൽ അത് സ്ഥാപിച്ചിരിക്കുന്നു. അതായത് ഭൂമി ഇളകിപ്പോകാതെ വണ്ണം ഇന്നുവരെയും ഇളകിപ്പോയിട്ടില്ല. അങ്ങനെ ഇളകിപ്പോകാത്തതായ ഒരവസ്ഥയിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് 104-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ നമുക്ക്. ആയതുകൊണ്ട് എൻ്റെ മനസ്സിൽ അവിടുത്തെ ദൈവത്തെ വാഴ്ത്തിപ്പാടുക, എപ്പോഴും ദൈവത്തെ സ്തുതിക്കുക, എപ്പോഴും ദൈവത്തെ വാഴ്ത്തിപ്പാടുക എന്നാണ് പറയുന്നത്. എൻ്റെ മനസ്സ് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കട്ടെ. ഈ ഭൂമി ഇളകാത്തതാണെന്ന് പറയുന്നത് യോബിൻ്റെ പുസ്തകത്തിൽ 26-7 നമുക്ക് കാണുന്നുണ്ട്. ഭൂമിയെ ഒരിക്കലും ഇളകാതെ ശൂന്യതയിൽ തൂക്കുന്നു എന്ന് നമുക്ക് കാണുന്നു. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചപ്പം മുതൽ അങ്ങനെ നിൽക്കുന്നു. എന്നാൽ ദൈവത്തിന് പിന്നൊരു മാറ്റം സംഭവിപ്പിക്കുവാനും ദൈവത്തിന് കഴിയും. ഭൂമി അത് മാറിപ്പോകുവാനും ഭൂമിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും 2 പത്രോസ് 3:10 അതിലുള്ളതൊക്കെയും വെന്തുപോകും എന്നാണ് 2 പത്രോസിൻ്റെ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമുക്ക് കാണുന്നത്. അതായത് ദൈവത്തിന് വേണമെങ്കിൽ അങ്ങനെ ഒരവസ്ഥ ഭാവിയിൽ സംഭവിപ്പിക്കാനും സാധ്യത ഉണ്ട് എന്നാണ് ആ ലേഖനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 104-ാം സങ്കീർത്തനം അവിടുന്ന് ഭൂമിയെ ഒരിക്കലും ഇളകിപ്പോകാത്ത വണ്ണം ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നു, തൂക്കിയിരിക്കുന്നു, ഭൂമിയെ നിർത്തിയിരിക്കുന്നു. ഇത് മൊത്തത്തിൽ തന്നെ 104-ാം സങ്കീർത്തനം തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്നതിൻ്റെ ആ അധ്യായത്തിൽ പറയുന്നത് പോലെ തന്നെയാണ് 104-ാം സങ്കീർത്തനം. ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ദൈവം ചരാചരങ്ങളെ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തിയിൽ പറയുന്നു. ദൈവം എല്ലാത്തിൻ്റെയും സൃഷ്ടിയെ നടത്തിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഈ 104-ാം സങ്കീർത്തനത്തിൽ അത് കണ്ടിന്യൂസായി വീണ്ടും അതിനെ പരിപാലിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. 104-ാം സങ്കീർത്തനത്തിൽ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിച്ച ഭൂമിയെയും ചരാചരങ്ങളെയും പരിപാലിച്ചുകൊണ്ട് നിർത്തുന്ന ആയതുകൊണ്ട് എൻ്റെ മനസ്സിൽ നീ ദൈവത്തെ വാഴ്ത്തിപ്പാടുക. ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതി പരിവർത്തിച്ചിരുന്നുകൊണ്ടിരുന്നുവെന്ന് നമുക്കതിൻ്റെ 2-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ഇരുളിനെയും വെളിച്ചത്തെയും വേറെ വേറെയാക്കിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഇരുളൊരു വശത്ത്, മറുവശത്ത് വെളിച്ചം. അതിന് ദിവസമായിട്ടും രാത്രിയായിട്ടും ഉൽപ്പത്തി പുസ്തകത്തിൽ
നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ നാം കാണുന്നത് വെള്ളത്തെ വേർതിരിച്ച് വിധാനം ആക്കി, അതായത് ഭൂമിയിലുള്ള വെള്ളവും ആകാശത്തിലുള്ള വെള്ളവും, മേഘജലം, ആകാശം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ആകാശത്തിലെ വെള്ളം, അതായത് മേഘത്തിൻ്റെ ജലവും ഭൂമിയിലെ ജലവും തമ്മിൽ വേർതിരിച്ചു. ഉൽപ്പത്തി പുസ്തകത്തിൽ ഉണങ്ങിയ ഭൂമിയായി, പിന്നെ ഉണങ്ങിയ ഭൂമിയായി സാധാരണ ഭൂമിയായിട്ടും സമുദ്രത്തിലെ ജലമായിട്ടും, സമുദ്രത്തിലെ ജലം ഭൂമിയെ ആക്രമിക്കാതെ സമുദ്രം പ്രത്യേകമായിട്ട് ദൈവം വേർതിരിച്ച്. സാധാരണഗതിയിലെങ്ങും വലിയ ആക്രമണങ്ങളൊന്നും ഉണ്ടാവത്തില്ല, എന്നാൽ ചില സമയത്ത് തിരകളെല്ലാം ആക്രമിക്കപ്പെടുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഭൂമിയിൽ വിത്ത് മുളച്ച് അതത് തരം വൃക്ഷങ്ങളും ദൈവം മുളപ്പിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഭൂമിയിലുള്ളതായ മരങ്ങളും വൃക്ഷങ്ങളും സസ്യങ്ങളും എല്ലാം ദൈവം മുളപ്പിച്ചു. നക്ഷത്രങ്ങളെയും സൂര്യനെയും ഉണ്ടാക്കിയെന്ന് നാം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണും. ആ വെള്ളത്തിൽ ജീവിക്കുവാനുള്ള എല്ലാ ജീവജാലങ്ങളെയും ദൈവം അവിടെ സൃഷ്ടിച്ചു. ആകാശത്ത് ജീവിക്കുന്ന ജീവികളെയും പറവകളെയും അവിടെ ഉണ്ടാക്കി. കന്നുകാലികളെ ഭൂമിയിൽ നിറച്ചു. കാട്ടുമൃഗങ്ങളും ഉണ്ടായി. പിന്നെ ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെയാണ്. മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യനെ ഭൂമിയിൽ നിന്നെടുത്ത് മനുഷ്യരൂപത്തിൽ ദൈവം സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നപ്പോൾ ആത്മാവ് ദൈവത്തെ സ്തുതിക്കേണ്ടതാണ്, ദൈവത്തെ ആരാധിക്കേണ്ടതാണ്. അങ്ങനെ ആരാധിക്കുന്നതായ ഒരവസ്ഥയിൽ ഒരു മനുഷ്യൻ, ഒരു ഭക്തൻ തൻ്റെ ആത്മാവിനോട് പറയുകയാണ്, തൻ്റെ ഉള്ളിലെ ആ മനുഷ്യനോട് പറയുകയാണ്, നീ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. എൻ മനമേ നീ യഹോവയെ. 104 സങ്കീർത്തനം ഇത് തന്നെയാണ്. അവിടുന്ന് ദൈവം ഭൂമി ഒരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിനെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. ഭൂമി ഒരിക്കലും ഇളകിപ്പോകാതെ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഭൂമി സ്ഥാപിച്ചതുകൊണ്ട് നാം ദൈവത്തെ ആരാധിച്ചുകൊണ്ട്, ഭൂമി സ്ഥാപിച്ചതുകൊണ്ട് ഭൂമിയിലുള്ള ചരാചരങ്ങളെയെല്ലാം ഉണ്ടാക്കി മനുഷ്യന് ജീവിക്കുവാൻ പാകത്തിൽ, മനുഷ്യന് ജീവിക്കുവാൻ തക്കതായ പാകത്തിൽ ഭൂമിയിലുള്ള എല്ലാത്തിനെയും അനുകൂലമാക്കി അവിടുന്ന് ആയുസ്സും ആരോഗ്യവും തന്ന് മനുഷ്യനെ വളർത്തുന്നത് കൊണ്ട്, മനുഷ്യനെ കാത്തു പരിപാലിക്കുന്നത് കൊണ്ട്, മനുഷ്യന് വേണ്ടുന്നതെല്ലാം കൊടുത്ത് മനുഷ്യനെ പരിപാലിക്കുന്നത് കൊണ്ട്, ജീവജാലത്തെ പരിപാലിക്കുന്നത് കൊണ്ട് ഈ ഭക്തൻ പറയുകയാണ്, ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ വാഴ്ത്തുക, ദൈവത്തെ വാഴ്ത്തിപ്പാടുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ യഹോവേ, അങ്ങ് ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും അങ്ങ് ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കുന്നത് പോലെ അങ്ങ് പ്രകാശം ധരിക്കുന്നു. തിരശീല പോലെ അവിടുന്ന് ആകാശത്തെ വിരിക്കുന്നു. ദൈവം തൻ്റെ മാളികകളുടെ തുലാങ്ങൾ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകന്മേൽ സഞ്ചരിക്കുന്നു. യഹോവ കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവിടുന്ന് ഭൂമി ഒരിക്കലും ഇളകിപ്പോകാതെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അതായത് നാം ഉള്ളിടത്തോളം കാലം യഹോവയെ വാഴ്ത്തി, സൃഷ്ടാവായ ദൈവത്തെ വാഴ്ത്തി, സൃഷ്ടാവായ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അനുഗ്രഹീതമായി തന്നെ കഴിയാം. നാം ഉള്ളിടത്തോളം കാലം നമ്മുടെ ആത്മാവ് പറന്നു പോകുമ്പോൾ, ഈ ശരീരം യോഗ്യമല്ല എന്ന് തോന്നുമ്പോൾ, ഈ ശരീരം യോഗ്യമല്ലാത്ത പ്രായമായോ രോഗത്താലോ പ്രയാസം വരുമ്പോൾ നമ്മുടെ ആത്മാവ് പറന്നു പോകും. അത് ഈശ്വരൻ്റെ അടുത്തേക്ക് തന്നെ പോകും. അതിനെ ആക്കിയ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകും. അപ്പോൾ അവിടെ ശാന്തിയും സമാധാനവുമായിട്ട് ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് അവിടെയും ഇരിക്കാം.
അവിടെയാണ് യേശു ക്രിസ്തു ഉള്ളത്. ദൈവപുത്രനായ യേശു ക്രിസ്തുവും ദൈവവും ഉള്ളിടത്ത് സ്വർഗീയ അനുഭവം എന്ന് പറയുന്നതാണ്. ഈശ്വരൻ്റെ അടുത്ത് നമ്മുടെ ആത്മാവും ചെന്ന് ഈശ്വരനെ ആരാധിച്ചുകൊണ്ട്, ദൈവത്തെ ആരാധിച്ചുകൊണ്ട് യുഗാന്തരങ്ങൾ നാം എന്ന് വന്നേക്കും ഈശ്വരനോടൊത്ത്, ഈശ്വരൻ്റെ ആത്മാവോടൊത്ത് നമ്മുടെയും ആത്മാവ് അവിടെ ചെന്നിട്ട് ഈശ്വരനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യകരമായ ഒരവസ്ഥയെക്കുറിച്ചാണ്. ആ അവസ്ഥ കിട്ടുന്നതിന് വേണ്ടി നാം ഈ ശരീരത്തിലായിരിക്കുമ്പോൾ, നാം നമ്മുടേതായ ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ജീവനും ശരീരവും ആത്മാവും സർവേശ്വരൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക. യഹോവയായ ദൈവം, ഈശ്വരൻ, സർവത്തിൻ്റെയും ഉടയവനായ ദൈവം, സർവത്തെയും സൃഷ്ടിച്ചുണ്ടാക്കിയ ദൈവം, ആ ദൈവത്തെ നാം വണങ്ങി ആരാധിച്ചുകൊണ്ട് എന്ന് വന്നേക്കും നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവനുള്ളിടത്തോളം കാലം, ജീവൻ ശരീരത്തിലുള്ളിടത്തോളം കാലം ഈശ്വരനെ ആരാധിച്ചുകൊണ്ട് ഈശ്വരനെ വണങ്ങി ജീവിക്കുവാനാണ് നാം ഈ സങ്കീർത്തനകാരനിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. ഈ സങ്കീർത്തനകാരൻ അദ്ദേഹത്തിൻ്റെ ആത്മാവോട് പറയുകയാണ്, യഹോവയെ വാഴ്ത്തുക. നാം നമ്മുടെ ആത്മാവോട് പറയുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക. അവിടുത്തെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ളത് ഉപകാരങ്ങളെ കൊടുത്തുകൊണ്ട് നാം എന്നെന്നും ഈശ്വരനെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നമ്മുടെ മനസ്സെപ്പോഴും ഈശ്വരനെ ധ്യാനിച്ചുകൊണ്ട് കഴിയാം. അതിനുവേണ്ടി ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി തൽക്കാലം നിർത്തുന്നു.